മയ്യത്ത് നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന വിഷയത്തിൽ ഇടപെട്ടതിന് ശേഷം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കുന്നതിനേക്കാളും അപ്പുറം തന്നെയായിരുന്നു. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം 24 ന്യൂസിന്റെ അരുൺ പാരാട്ട് തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടാവും. ഈ വീഡിയോ ചെയ്ത് അരുൺ എന്നോട് പറഞ്ഞ ഡയലോഗ്, നബീൽ ബ്രോ, ഒരു മൈക്ക്, ഒരു വീഡിയോ, ഒരു കമന്റ്, ഇത് ചെയ്യാൻ എളുപ്പമാണ്. ഫാക്ട് ചെക്ക് ചെയ്യാം, ഫാക്ട് ചെക്ക് ചെയ്യാണ്ടിരിക്കാം. നേരെ മറിച്ച് വിവാദങ്ങള്, പുകമറ എന്നിവ സൃഷ്ടിക്കാൻ പറ്റും കുറച്ചു കാലത്തേക്ക്, അടുത്ത വിവാദം കിട്ടുന്നത് വരെ. ഒരു മാസം മുമ്പ് ഷെരീഫ് ഖാൻ എന്ന ആളെ ഇന്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് ഇത്രയും വലിയൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണെന്നുള്ളതും ഇതിന്റെ പിന്നാലെ വലിയ താപ്പാനകൾ ഉണ്ട് എന്നുള്ള കാര്യം. അതിനുശേഷം ആരോപണ പ്രത്യാരോപണ സമയത്ത് എന്നോട് തന്നെ എൻ്റെ ക്ലോസ് ആയിട്ടുള്ള പല ആൾക്കാരും പറഞ്ഞു, നീ ഉണ്ടയില്ല വെടി വെക്കുകയാണോ. ഇന്നിതാ ഈ ന്യൂസിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിക്കേണ്ട സംഘടനകൾ, നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പറുകൾ, നിങ്ങൾ എവിടെ ബന്ധപ്പെടണം, എങ്ങനെ ബന്ധപ്പെടണം എന്നുള്ള കാര്യങ്ങൾക്ക് ഇന്നിപ്പോൾ നമുക്കൊരു ധാരണ ഉണ്ട്. ഇതിന് റീസണ് അന്ന് ജൂലൈ 27 ഷെരീഫ് ചെയ്ത ആ വീഡിയോ തന്നെയാണ്. എന്തുകൊണ്ട് മുഖ്യധാര വ്ളോഗേഴ്സ് പല ആളുകളും ഇതിൽ ഒരു വീഡിയോ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല? രണ്ട് കാരണം ഉണ്ടാവും. ഒന്ന് പറഞ്ഞാൽ ഒരു കംഫർട്ടബിൾ ലൈഫല്ലേ. ഞാൻ ഏകദേശം ഒരു 10-25 ദിവസമായിട്ട് ഈ കേസിൽ ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ലൈഫ് അത്ര ഈസി എന്നുള്ള സ്റ്റേജിലല്ലോ, അതിനൊന്നും മാറും. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ വന്നു കഴിഞ്ഞാൽ ചിരിക്കാൻ ആൾക്കാർ ഒരുപാടുണ്ടാവും. എനിക്ക് മനസ്സിലായ കാര്യമായിട്ടത്, വ്യക്തമായിട്ട് മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് ചിലപ്പം നമ്മൾ എന്തിനാണ് അൺഈസിനെസ് എടുക്കുന്നത്, നമ്മൾ എന്തിനാ കാര്യങ്ങളൊക്കെ ഈസിയായി പോയിക്കൂടെ എന്ന് വെച്ചിട്ടായിരിക്കും ആൾക്കാർ ഇതിൽ ഇടപെടാത്തത്. നമ്മളൊരു വിഷയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ വിഷയത്തിൽ നിന്ന് ഉണ്ടാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അതിനെന്ത് സൊല്യൂഷൻസ്, ആഫ്റ്റർ ദാറ്റ് നമുക്കൊരു പുകമറ ഉണ്ടാക്കാൻ പറ്റി. ഇത്ര ആൾക്കാർ കള്ളന്മാരാണോ അല്ലയോ എന്നൊരു പുകമറ സൃഷ്ടിച്ചിട്ട് ഒരു പോക്കാണ്ട് പോവല്ല അവിടെ നടന്നത്. അതിനുശേഷം ആ വിഷയത്തിൽ നടന്ന കാര്യങ്ങളെ ഈച്ച് ആൻഡ് എവറി ഫോളോ അപ്പ്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എംബസിയിൽ നിന്ന് വന്ന പുതിയ പത്രക്കുറിപ്പ്, അതിനുശേഷം 24 വന്ന ഈ ന്യൂസ്, അതിനുശേഷം അതാ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾക്കും എന്ത് ആവശ്യമുണ്ടെങ്കിലും മരണമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിളിക്കാനുള്ള ഈ നമ്പേഴ്സ്, ഇതൊക്കെയാണ് അതിന്റെ ബാക്കി ഫോളോ അപ്പ്.